ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്യൂക്ക് റിവ്യൂ, അതോടൊപ്പം തന്നെ നാളത്തെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ വ്യൂവും. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 13,817 150 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 46,874 535 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 30,358 73 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി IT സെക്ടർ ക്ലോസ് ചെയ്തത് 25,301 564 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,967 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് 13,810. ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഡേ ഹൈ വൻ 13,898 ഓൺലി ആൻഡ് ഡേ ലോ വാസ് 13,713 ആൻഡ് 149 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 13,817 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്സുകൾ നിഫ്റ്റിനെ പുൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, SBI, IOC, ശ്രീ സിമെൻറ്റ്സ് അങ്ങനെ കുറച്ച് സ്റ്റോക്സുകൾ മാത്രമാണ് ഇന്നൊരു കുറച്ച് പോസിറ്റീവ് മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. അതേസമയം ഡ്രാഗ് ചെയ്യിച്ച സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ഇൻഫോസിസ്, HUL, SDFC, TCS, മെനി മോർ. അറ്റ് സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 30,284 ആൻഡ് ടുഡേസ് ഓപ്പണിംഗ് 29,812. ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെയായിരുന്നു. അതേസമയം ഡേ ഹൈ വെൻറ്റ് ടുഡേ 30,464. ഡേ ലോ വാസ് 29,687 ആൻഡ് 73 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ടാണ് 30,358 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്ത മെയിൻ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, SBI, ICICI ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. അതേസമയം ഒരു ഡ്രാഗിന് കാരണമാക്കിയത് HDFC ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര, ബാങ്ക് ഓഫ് ബറോഡ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, PNB. ആക്ച്വലി ബാങ്ക് ഓഫ് ബറോഡ ഒരു നല്ലൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അവരുടെ ഒരു നല്ലൊരു റിസൾട്ടായിരുന്നു. എന്നിട്ട് പോലും ദാറ്റ്സ് സ്റ്റോക്ക് വെൻറ്റ് ഒരു 10% കറക്ഷനാണെന്ന് ബാങ്ക് ഓഫ് ബറോഡയിൽ നടന്നുള്ളത്. ഓഫ് കോഴ്സ് മേ ബി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ അതിലൊരു നല്ലൊരു ബൈങ് കാണാം. ബട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം എല്ലാ കമ്പനീസിൻ്റെയും റിസൾട്ട് വന്നിട്ടുള്ള പോസിറ്റീവ് മോഡ് തന്നെയാണ്. പക്ഷേ എല്ലാവരുടെ സ്റ്റോക്സിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ബൈയിങ് വളരെ കുറവായിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു മാർക്കറ്റിൻ്റെ കാര്യം മാത്രമല്ല, ഇത് മൊത്തം ഗ്ലോബൽ മാർക്കറ്റ്സിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇന്നലെ നമ്മൾ US മാർക്കറ്റിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരുവിധം ടെക് ഭീമന്മാരൊക്കെ ചിലർക്കൊക്കെ പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഗെയിൻ ചെയ്തിട്ടുള്ള സ്റ്റോക്സുകളടക്കം അവരുടെ നല്ല റിസൾട്ടുകളായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സുകളടക്കം ഇന്നലെ ഒരുവിധം കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇതൊരു ഗ്ലോബൽ ഒരു ഫിനോമിന എന്നുള്ളൊരു രീതിയിൽ കണക്കാക്കിയാൽ മതി. ഇറ്റ് വിൽ കണ്ടിന്യൂ ഒരു 1 or 2 വീക്സ് മേ ബി. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബജറ്റ് വരാനിരിക്കുന്നുണ്ട്. സോ അവിടെ എന്തായാലും പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും നടക്കും, അതൊരു സംശയം വേണ്ട. മറ്റൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ മാരുതീര Q3 റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ്. എന്നിട്ട് പോലും സ്റ്റോക്ക് കുറച്ച് കറക്ഷൻ സ്റ്റോക്കിൽ കാണപ്പെട്ടിരുന്നു. ആൻഡ് ഇത് സംഭവിക്കാറുണ്ട് അങ്ങനെ. സോ അതൊരു പാർട്ട് ഓഫ് ഗെയിമായിട്ട് കണക്കാക്കിയാൽ മതി. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ഡോജി പാറ്റേൺ ആണ്. മെയിൻ ചാർട്ട്സുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും സെൽ സിഗ്നലാണ് തരുന്നത്. അത് വിചാരിച്ചിട്ട് നാളെ മാർക്കറ്റ് മീൻസ് അപ്വേർഡ് സഞ്ചരിച്ചു കൂടായിക്കില്ല. ലൈക്ക് സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ, അതുപോലെ MSID എല്ലാവരും ഒരു സെൽ സിഗ്നൽ ആണ് ആക്ച്വലി കാണിക്കുന്നത് പ്രത്യക്ഷത്തിൽ. ആൻഡ് ഇന്ത്യ VIX ഫെൽ ബൈ 0.41%. അത്ര വലിയൊരു വീഴ്ചയല്ലെങ്കിലും ബട്ട് ഒരു ഹോപ്പ് തരുന്നു, അത്രമാത്രം. ഫ്രണ്ട്സ്, നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെയും കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് നിഫ്റ്റിയുടെ പ്ലേസ് ചെയ്തിട്ടുള്ള 13,720 ആൻഡ് സെക്കൻഡ് വൺ 13,620. അതേസമയം റെസിസ്റ്റൻസ് 13,910 സെക്കൻഡ് ഈസ് 13,990. ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പിവറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് 29,870 ആൻഡ് സെക്കൻഡ് ഈസ് 29,350. അതേസമയം റെസിസ്റ്റൻസ് 30,650, സെക്കൻഡ് ഈസ് 30,950.
നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ ഡാറ്റ. കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,100-ലും, തേർഡ് ഈസ് 13,900-ലും ആകും. കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 13,900-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,800-ലും. അതേസമയം അൺവൈൻഡിങ് കാണാൻ കഴിയുന്ന 14,100-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,200-ലും. പുട്ടിൻ്റെ ഓപ്ഷൻ ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ 13,500-ലാണ് കാണപ്പെടുന്നത്, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,800-ലും, തേർഡ് ഈസ് 13,700-ലും. പുട്ട് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 13,800-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500-ലും. അതേസമയം അൺവൈൻഡിങ്ങും കാണാൻ കഴിയുന്നുണ്ട് പുട്ടിൽ കുറച്ച് 14,000-ലാണത്, ആൻഡ് സെക്കൻഡ് ഈസ് 13,900 സ്ട്രൈക്സിലും. ആൻഡ് മാക്സ് പെയിൻ അറ്റ് 13,900-ലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഒരു ലോങ് ബിൽഡപ്പ് കാണാൻ കഴിയുന്ന കുറച്ച് സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഹാവൽസ്, ഐഡിയ, ബാങ്ക് നിഫ്റ്റി, ബേൽ, പെട്രോനെറ്റ്, ശ്രീറാം, ആക്സിസ് ബാങ്ക്, NTPC. ഇതെല്ലാം ഒരു ലോങ് ബിൽഡപ്പിന്, അതായത് നാളത്തേക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ ട്രേഡ് എടുക്കാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. ആൻഡ് റിസൾട്ട്സ് വരാനിരിക്കുന്ന കമ്പനികളുടെ മെയിനായിട്ട് കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ചോളമണ്ഡലമുണ്ട്, സിപ്ലയർ വരാനുണ്ട്, ഡാബർ, ഡിഷ് TV, DLF, റെഡ്ഡീസ് ലാബ്, എക്സൈഡ്, JSW എനർജി, ജസ്റ്റ് ഡയൽ, അങ്ങനെ ഒത്തിരി നല്ല നല്ല കമ്പനീസിൻ്റെ റിസൾട്ട്സ് ജനുവരി 29 വരാനുണ്ട്. ഓക്കെ, സോ കീപ്പ് ഓൺ ഐ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ ഗോ ടു NSE വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള ഇൻട്രാഡേ സ്റ്റോക്സിന് പറ്റിയ 1-2 സ്റ്റോക്കുകൾ ഞാനിപ്പോൾ പറയാം. ഫസ്റ്റ് വൺ ഈസ് പിഡിലൈറ്റ്, സെക്കൻഡ് വൺ ഈസ് കോഫോച്ച്. ഇത് രണ്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊള്ളും. ആൻഡ് FIs ഡാറ്റ നോക്കുമ്പോൾ ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് 3,712 crores ഒരു സെൽ ഓഫാണ് നടന്നിട്ടുള്ളത്. അതേസമയം DIs 1,736 ഷെയർസ് ഇന്ന് വാങ്ങിയിരിക്കുകയാണ്. നേരെ തിരിച്ചും മറിച്ചുമായി. ഓക്കെ, ഇത്രയും നാളെ ഒരു സെൽ ഓഫായിരുന്നു ആൻഡ് ദേ വെർ ബൈയിങ് ബിഫോർ. അപ്പോൾ ഹാപ്പൻസ്. ഓക്കെ, എന്തായാലും ലെറ്റ്സ് സീ. ഫ്രണ്ട്സ്, നാളെ ഫ്രൈഡേ ആണ്. നിങ്ങൾക്ക് നല്ല ഷുവറിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാത്രം ട്രൈ ടു ബൈ, അതർവൈസ് ഒരു ന്യൂട്രൽ മോഡിൽ നിൽക്കുക. എന്താ വെച്ചാൽ തിങ്കളാഴ്ച ബജറ്റ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. സോ മാർക്കറ്റ് വുഡ് ബി ഹൈലി, എന്താ പറയുക, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സാധാരണ ദിവസങ്ങളിൽ ബജറ്റ് ഡേയിൽ, ഓക്കെ, ട്രേഡിംഗ് ഡേയ്സിലാണെങ്കിൽ അവിടെ ഒരു കറക്ഷൻ സാധാരണ സംഭവിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം അത്രയും നല്ല ന്യൂസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് മൂവിലേക്ക് ഇപ്പോൾ സാധാരണ സഞ്ചരിക്കാറുള്ളൂ. സോ ചില സെക്ടേഴ്സ് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്, വിച്ച് ഈസ് ഓട്ടോ സെക്ടർ ആൻഡ് NBFC സെക്ടർ, ഓക്കെ, ഐ മീൻ ഫിനാൻസ് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖല, ഇവർക്കെല്ലാം നല്ലൊരു ബൂസ്റ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ലെറ്റ്സ് സീ. ആൻഡ് ഹോണറബിൾ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ 100 വർഷത്തിൽ അവതരിപ്പിക്കപ്പെടാത്തൊരു ബജറ്റാണ് ഇപ്രാവശ്യം അവതരിപ്പിക്കാൻ പോകുന്നതെന്നാണ്. സോ യു ഹാവ് ടു എക്സ്പെക്ട് സംതിങ് ഗുഡ്, യുനോ. ഇത്രയും പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ടാക്സ് ഫ്രീ ഇന്ത്യയായി മാറുന്ന. എനിക്ക് ആഗ്രഹിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ലെറ്റ്സ് സീ. അങ്ങനത്തെ ഒരു ബജറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആൻഡ് ഫ്രണ്ട്സ്, ഇത്രമാത്രം. പ്ലീസ് കൺസൾട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിഫോർ യു എൻ്റർ ദ മാർക്കറ്റ് ഓർ ട്രേഡ്. ഞാനൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതല്ല നിങ്ങളുടെ ഏതൊരു ലോസും. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിങ് ടിങ്. ഹാപ്പി ട്രേഡിംഗ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.